ഹായ് മക്കളെ, ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണണം. എന്തുകൊണ്ടാണ് ഇന്നലെ വന്ന JEE റിസൾട്ട് സൈലം ഇത്രത്തോളം ആഘോഷിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. JEE ബാച്ച് തുടങ്ങിയിട്ട് 3ാമത്തെ വർഷത്തെ റിസൾട്ടാണിത്. അതുകൊണ്ടാണ് 3ാമത്തെ വർഷം ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് പാഷനേറ്റ് ആയിട്ട് കുട്ടികൾ വന്നു തുടങ്ങുന്നതാണ്. ഒരു മാർക്ക് അടിസ്ഥാനത്തിലും അല്ലാത്ത കുട്ടികളെ എടുത്തിട്ട് ഇത്രയും അധികം റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇനി വരുന്ന കുട്ടികൾക്കും ഈ ഒരു അവസരം കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. സൈലത്തിൽ ഈ 3 വർഷം കൊണ്ട് ഒരു പ്രോപ്പർ സിസ്റ്റത്തിലൂടെയാണ് സൈലത്തിന് അക്കാഡമിക്സ് കടന്നു പോകുന്നത്. ഇപ്പം ഇന്റഗ്രേറ്റഡ് സ്കൂൾ ആയിക്കോട്ടെ, നമ്മുടെ നോർമൽ റിപ്പീറ്റർ ബാച്ച് ആയിക്കോട്ടെ, അവിടെയുള്ള ഒരു ചാപ്റ്റർ ഒരു മെറ്റീരിയൽ എന്നുള്ള ഈ ഒരു കളേർഡ് ആയിട്ടുള്ള പ്രിന്റഡ് മെറ്റീരിയൽ തൊട്ട് തുടങ്ങുന്ന ഒരു അക്കാഡമിക് സ്ട്രക്ചർ ഉണ്ട്. അത് എല്ലാ സെൻറ്ററിലും എല്ലാ ക്ലാസ് റൂമിലും ഒരുപോലെ കണ്ടന്റ് ഡെലിവറി ചെയ്യും. അതായത് നിങ്ങൾ സൈലത്തിൻ്റെ ഏത് ക്ലാസ് റൂമിൽ ഇരുന്നാലും നിങ്ങൾക്ക് കണ്ടന്റ് എന്തായാലും ഉറപ്പായും ഒരു നിലവാരത്തിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ടീച്ചർ ബൈ ടീച്ചർ എന്ത് ചെയ്യില്ല, മാറില്ല. അത് സെയിം ആണെന്നുള്ളൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമിന് 100+ മെമ്പേഴ്സ് ഉണ്ട്. അവരിരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ആക്ച്വലി ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റത്തിലൂടെ പാഷനേറ്റ് ആയിട്ടൊരു സ്റ്റുഡൻറ്റ് കടന്നു പോയാൽ, ഞാൻ ഒരിക്കലും ഒരുപാട് മാർക്ക് മേടിച്ച കുട്ടികൾ സൈലത്തിൽ വന്ന് ഈ റിസൾട്ട് ഉണ്ടായെന്നല്ല പറയുന്നത്. പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആ സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ റിസൾട്ടായി മാറും. നോർമലി ഒരു സെൻറ്റർ പോലെ തന്നെ ഒരു ക്ലാസ് റൂം തുറന്നു വെച്ച് ടീച്ചേഴ്സിനെ അങ്ങോട്ട് വിട്ട് കുട്ടികൾ തന്നെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകുന്നൊരു സിസ്റ്റം അല്ല സൈലത്തിൽ. അവിടെ ഓരോ ദിവസവും പഠിപ്പിക്കണമെന്ന്, ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും അവിടെ എന്ത് സംഭവിക്കണമെന്നുള്ള പ്രോപ്പർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമിലൂടെയാണ് കുട്ടി കടന്നു പോകുന്നത്. അവൻ എന്ത് പഠിച്ചു വരും, എന്തവനെ പഠിപ്പിക്കണം, എങ്ങനെ അവൻ എക്സാം നടത്തണമെന്ന ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട്. ഇനി പഠിപ്പിച്ച് കഴിയുക മാത്രമല്ല, അവിടെ റിവിഷനും നടത്തി മാക്സിമം എക്സാംസും നടത്തിയിട്ട് അവരെ എക്സാം കംപ്ലീറ്റ് ചെയ്ത് എഴുതിച്ച് അതിൻ്റെ പ്രോപ്പർ അനാലിസിസും കഴിഞ്ഞാണ് അവരെ എന്ത് ചെയ്യുക, നമ്മൾ മെയിൻ എക്സാമിലേക്ക് വിടുക. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഈ സിസ്റ്റത്തിൻ്റെ വിജയമാണ് സൈലത്തിൽ ഉണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും പീക്കിലേക്ക് വരാൻ പോകുന്ന വർഷങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിക്കോട്ടെ, +2ൽ പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ സൈലത്തിന് അക്കാഡമിക്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റാർക്കും അത് അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം ഞങ്ങൾക്കുണ്ട്. ആ സിസ്റ്റത്തിലൂടെ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്ത് അതിലൂടെ കടന്നു പോകാൻ തയ്യാറാണെങ്കിൽ ഇതുപോലെ റിസൾട്ടിൽ അടുത്ത വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങളോട് ഒന്നേ പറയുന്നുണ്ട്, നിങ്ങളുടെ മാർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ഞങ്ങൾ നോക്കുന്നത്. നിങ്ങൾ പാഷനേറ്റ് ആണോ, ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇടാൻ വേണ്ടി നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പം 3ാമത്തെ വർഷം അല്ലേ, നിങ്ങൾ കമ്പയർ ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോം എടുത്തോ, അവിടെ വർഷങ്ങളായിട്ട് ഒരേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യുന്നു. ഇവിടെ 3 വർഷം കൊണ്ട് ഞങ്ങൾ പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ആ സിസ്റ്റത്തിലൂടെ കുട്ടികളെ കടത്തി വിട്ടിട്ട് അവരെ എന്തായാലും ഉറപ്പായും ഒരു കോളേജിൽ എത്തിക്കുമെന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് സൈലം എന്ത് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്. ആ സ്ട്രാറ്റജിയാണ് ഇവിടെ സക്സസ്ഫുള്ളായി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ റിസൾട്ട് ഞങ്ങൾ ആഘോഷിക്കാൻ കാരണമെന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കേരളത്തിലെ ഏറ്റവും ടോപ്പ് റിസൾട്ടുകളിലേക്ക് ഞങ്ങൾക്ക് കുട്ടികളെ എത്തിക്കാൻ പറ്റിയത് കൊണ്ടാണ്. ആ റിസൾട്ട് ഞങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യും, അടിപൊളിയായിട്ട്. നിങ്ങളോടൊപ്പം നിങ്ങൾ കൂടെ ഉണ്ടാകണം, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരുക. SSLC +2 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ തയ്യാറെടുക്കാൻ പോകുന്ന JEE ആയിക്കോട്ടെ, വരുന്ന നീറ്റ് എക്സാമുകൾ ആയിക്കോട്ടെ, നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളോടൊപ്പം എത്തുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുമ്പോട്ട് പോകാം, ലക്ഷ്യത്തിലേക്ക് എത്താം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.